താങ്ക് യു അമയ ആൻഡ് ദ്യുതി. അടുത്തതായി നമ്മുടെ സമാജം പ്രസിഡന്റ് ശ്രീ അമൃതരാജ് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിതൊരു 19ാമത്തെ വർഷമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഈ സമാജം തുടങ്ങിയെന്ന് മുതൽ നമ്മളെ ഭാരവാഹികൾ ഇന്നും നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അവരെ സ്റ്റേജിൽ വിളിക്കട്ടെ. നമ്മളെ ചന്ദ്രേട്ടൻ, ഫിലോമിന ചേച്ചി, ജിജോ സാർ ഇവിടെ എവിടെയും ഉണ്ടോ? ബാലേട്ടൻ ഇവിടെ അടുത്തെവിടെയും ഉണ്ടോ? അതേപോലെ നമ്മളുടെ ഓഫീസ് ബെയറർ ഷാജി, രമേശ് ഏട്ടൻ, ശ്രീരാജ് കേരവരു. ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസാണ്. ഇപ്പം ജിഷ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും മെച്ചമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. നമ്മളതേപോലെ സദ്യയുടെ സമയമാകുമ്പോൾ തിക്കും തള്ളൊന്നും ഇല്ലാതെ എല്ലാവർക്കും സമാധാനത്തോടെ പോയി ഭക്ഷണം കഴിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ക്യൂ പാലിച്ച് കൂപ്പനൊക്കെ കൊടുത്ത് അതിനനുസരിച്ചിട്ട് നീങ്ങുക. സീനിയർ സിറ്റിസൻസിനായിരിക്കും ആദ്യത്തെ നമ്മളുടെ പ്രിഫറൻസ്. അപ്പം നമ്മളുടെ അതേപോലെ അവിടെ നിന്നാണ് ആ സൈഡിൽ നിന്നാണ് എൻട്രി വരിക, ഇതാണ് എക്സിറ്റ്. ദയവേത് എൻട്രി സൈഡിൽ നിന്ന് മാത്രം പോവുക. സീനിയർ സിറ്റിസൺ സെപ്പറേറ്റ് ക്യൂ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദയവേത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സാന്നിധ്യം ഉണ്ടെങ്കിലേ നമ്മൾ പരിപാടി നടത്തുന്നവർക്കും അത് നടത്താനുള്ളൊരു ഉന്മേഷം ഉണ്ടാവും. ഓക്കെ. പിന്നെ ആദ്യമായി നമ്മൾ ഈ വർഷം നമ്മളുടെ സമാജം മെമ്പേഴ്സായ കുറേ പേരെ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. നമ്മളെ അടുക്ക ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇടാറുണ്ട്. നമ്മളിങ്ങനെ മെമ്പർ എക്സ്പയർ ആയതും അവർക്ക് വേണ്ടി നമ്മൾ പോയി ചെയ്യുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന ചെയ്യാം. താങ്ക് യു. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു കാരുണ്യ ഫണ്ട് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയായിരുന്നു. അപ്പം നമ്മളുടെ ഹെൽപ്പ് ഡെസ്ക് മുന്നിലുണ്ട്. താല്പര്യമുള്ളവർ, സംഭാവന ചെയ്യുന്നവർ അവിടെ പോയി, നമ്മളിപ്പോൾ ദിനേശ് ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവിടെ ഒരു QR കോഡും ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന എത്ര തുകയാണെങ്കിലും സാറില്ല അതൊന്ന് നമ്മൾക്ക് എത്തിച്ചേർന്നാൽ നമ്മളെ മെമ്പേഴ്സിന് ആർക്കെങ്കിലും അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസ് ആയാലും നമ്മളുടെ എന്ത് ഇഷ്യൂസ് ആയെങ്കിലും ഒരു സീരിയസ് കൺസേൺ വന്നാൽ നമ്മളത് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടാണ് നമ്മൾ ശേഖരിക്കുന്നത്. ജിജോ സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2006 സമാജം ആരംഭിച്ചതിന് ശേഷം അമൃതരാജ് പറഞ്ഞ പോലെ ഇത് 19ാമത്തെ വർഷമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ടുള്ള മെമ്പേഴ്സ് കാണും ഇവിടെ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികൾ ഓരോ വർഷവും ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ആളുകളുടെ പങ്കാളിത്തവും ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പരിപാടികൾ, നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അതെല്ലാം വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിലവിലുള്ള ഭാരവാഹികളോടൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ഈ ഓണം കേരളത്തിൻ്റെ തനതായ ഒരു സംസ്കാരത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ എല്ലാ വർഷവും നമുക്കിതിവിടെ കൊണ്ടാടാൻ സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദനങ്ങൾ. ഉണ്ണിയേട്ടാ ദേവേദ സ്റ്റേജിൽ വരുമോ? അപ്പം നമ്മൾ ഓൾറെഡി സമയം വൈകിയിരിക്കുന്നു. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു സമയത്തിൽ ഒരു അരമണിക്കൂർ വൈകിയിരിക്കുന്നു. നമ്മൾക്ക് അന്നത്ര പെട്ടെന്ന് പരിപാടികൾ തുടങ്ങാം. ഇനി ഇതിലാരെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ചന്ദ്രേട്ടൻ ഒന്നും പറയാനൊന്നുമില്ല. ചേച്ചി എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സാമ്പത്തികപരമായിട്ടും ഫിസിക്കലായിട്ടും ഹെൽപ്പ് ചെയ്തതിൽ മാത്രമേ പറയാം. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നമ്മളെ മെമ്പേഴ്സിന് ഇത്തവണ നമ്മൾ കിട്ടിയത്. നമ്മൾ ഏരിയ കോർഡിനേറ്റേഴ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ വീട്ടിലും ചെന്ന് നമ്മൾ കളക്ഷനും ചെയ്ത് എല്ലാം കൃത്യമായി നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ഈ പരിപാടി ഭംഗിയായി നടത്തേണ്ട ഒരു ഫണ്ട് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് നമ്മൾ റിട്ടേൺ ആയിട്ട് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ച എല്ലാ സ്പോൺസേഴ്സിനും ഞങ്ങൾ സമാജത്തിൻ്റെ പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വെച്ച്
ഒരു വ്യക്തിയും കൂടി ഞാൻ സ്റ്റേജ് വിളിക്കാൻ ദയവേത് ഒരു നിമിഷം കൂടി. ബാലേട്ടൻ ഒന്ന് ദയവേത് വരുമോ? നമ്മൾ ഓൾറെഡി സമയം കഴിഞ്ഞു. ബാലേട്ടൻ പ്ലീസ്. നമ്മൾ എക്സ് പ്രസിഡൻറ്റും കൂടിയാണ് ബാലേട്ടൻ. പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ബാലേട്ടൻ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊരു 2 വാക്ക് കേൾക്കണം. എല്ലാവർക്കും നമസ്കാരം. ക്ഷമിക്കണം, 5 minutes ലേറ്റായി. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു, അതാണ് വലിയ പ്രശ്നം. അപ്പോൾ ഈ ഒരു പരിപാടി 2006 മുതൽ തുടങ്ങിയതാണ്. ഇന്നിത് വളരെ വലിയൊരു ലെവലിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സഹകരണം, ഒന്ന് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ചേർത്ത് പിടിച്ച ഒരു സമാജമാണിത്. അതേപോലെ തന്നെ അന്ന് മുതൽക്ക് ഇന്നേ വരയ്ക്കും ഇതിൽ എത്ര ഭാരവാഹികൾ പല പല പ്രോഗ്രാം നടത്തി ഇതിനെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ഓരോരോ സ്പോൺസേഴ്സ് ഇവിടെ നമ്മുടെ രാജരാജേശ്വരി നഗർ തന്നെയുണ്ട്. അവർ ചെയ്തു തരുന്ന ഓരോ സഹായങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും കാരണമാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ആഘോഷം വളരെ ഭംഗിയായി, എല്ലാ പരിപാടികളും നന്നായി നടക്കട്ടെ, എല്ലാം നന്നായി ആഘോഷിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കാഷ്വലായിട്ടുള്ള ഇനോഗ്രേഷനാണ്. നമ്മുടെ മെയിൻ ഇനോഗ്രേഷൻ ഉച്ചയ്ക്ക് നമ്മുടെ ഗസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും, ലഞ്ച് ടൈമിൽ അറൗണ്ട് 2-2:30 ആയിരിക്കും നമ്മൾ സമയം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ആ സമയം എല്ലാവരും ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നമ്പേഴ്സിൽ നമ്മളവരെ സ്വീകരിക്കാനും നമ്മളിവിടെ ഉണ്ടാവണം. അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു.